Question. A uniform bar of length 12 centimeter and mass 20 m lies on a smooth horizontal table. 2 point masses m and 2m are moving in opposite direction with the same speed v and in same plane as the bar. These masses strike the bar simultaneously and get stuck to it. After collision, entire system is rotating with the angular frequency omega. The ratio of v and omega is. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മൾ ഒരു റോഡ് അല്ലെങ്കിൽ ഒരു മെറ്റാലിക് ബാർ, ഇതിൻ്റെ ഒരു എൻഡിൽ നോക്കിയ താഴേന്ന് എം എന്നുള്ള മാസും മുകളിൽ നിന്ന് 2m എന്നുള്ള മാസും ഒരേ വെലോസിറ്റിയിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നു, ഹിറ്റ് ചെയ്യുന്നു. ഹിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എം ഇടിക്കുമ്പോൾ ഈ പാർട്ട് മുകളിലേക്കും ഇവിടെ 2m ഇടിക്കുമ്പോൾ ഈ പാർട്ട് എന്ത് ചെയ്യും, താഴേക്കും. അപ്പോൾ ഈ എൻ്റർ സിസ്റ്റം എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും വിത്ത് ആൻ ആംഗുലാർ വെലോസിറ്റി ഒമേഗ. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ എം താഴേന്ന് ഹിറ്റ് ചെയ്യുന്ന എമ്മും മുകളിൽ നിന്ന് വരുന്ന 2m സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ബാറിൽ അല്ലെങ്കിൽ റോഡിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ആ സിസ്റ്റം ആസ് എ ഹോൾ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം അറിയാം. റൊട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. എന്തായിരുന്നു? ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ടോർക്ക് ദി ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം of an isolated system remains constant. നോക്കിയേ, ഈ റോഡിൻ്റെ സെൻറ്റർ ഈസ് ടേക്കൺ ആസ് ഒറിജിൻ. അപ്പോൾ ടോർക്ക് എബൌട്ട് ഒറിജിൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ആരാണ്, കൺസേർവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ആരാണ്, I ഒമേഗയാണ്. ശ്രദ്ധിക്കണം, ഇനീഷ്യലി നമുക്ക് 2 പാർട്ടിക്കിൾ മാത്രമാണ് ലീനിയർലി മൂവ് ചെയ്യുന്നത്. ഒരാൾ 2m അടുത്ത ആളാരാം, m. ജനറലി ഞാൻ വെറുതെ ആംഗുലാർ മൊമെന്റ് നമുക്ക് ഫോർ എ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു എന്താ എഴുതാറുള്ളത്, L ഇസ് ഈക്വൽ ടു mvr ആണ് ഫോർ എ പാർട്ടിക്കിൾ. I ഒമേഗ, I എന്ന ഷേപ്പ് വരുമ്പോഴാണ് നമുക്ക് സ്ഫിയർ, റിങ്, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഷേപ്പിനനുസരിച്ച് നമുക്ക് എഴുതാറുണ്ട്. പാർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ജനറലി mr² എന്നാണ് എഴുതാറുള്ളത്. ശരിയല്ലേ? പാർട്ടിക്കിൾ, അതായത് എ ബോഡി ഓഫ് മാസ് എന്നോ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എന്നൊക്കെ പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എടുക്കേണ്ടത് mr² ആണ്. ഷേപ്പ് വരുമ്പോഴാണ് നമ്മൾ ഇപ്പോൾ റിങ്, ഡിസ്ക്, അങ്ങനെ ഷേപ്പ് പറയുമ്പോഴാണ് റിങ്ങിന് സിമെട്രിക് ആക്സിസ് mr² ആണ്, ഡിസ്കിന് mr²/2 എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ എടുക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ ഇനീഷ്യലി ഇവിടെ 2 പാർട്ടിക്കിൾ, ഒരാളുടെ മാസ് m അടുത്ത ആളുടെ മാസ് 2m. m v r, ഇവിടെ r എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇടിക്കുന്ന പോയിന്റിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് വരുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പാർട്ടിക്കിൾ, ഞാൻ റൈറ്റ് സൈഡിലെ പാർട്ടിക്കിൾ എമ്മിനെ എടുക്കുകയാണ്. അപ്പോൾ അയാളുടെ മാസ് m, ആളുടെ സ്പീഡ് v. നോക്കിയേ, എമ്മിൽ നിന്ന് ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിൽ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കൺവേർഷൻ ലെഫ്റ്റും റൈറ്റും അത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. ഓക്കെ, പ്ലസ് സെക്കൻഡ് പാർട്ടിക്കിൾ മാസ് എത്രയാണ്, 2m ആണ്. 2m വെലോസിറ്റി ആര് തന്നെയാണ്, v എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദെൻ ആക്സിസ് ഓഫ് റൊട്ടേഷനിലേക്ക് അല്ലെങ്കിൽ ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ്, അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്, എത്രയാ, 2 ആണ്. റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ശ്രദ്ധിക്കുക, റോഡിന് എബൌട്ട് സെന്റർ, നമുക്കറിയാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ റോഡ് എബൌട്ട് ഇറ്റ് സെന്റർ ml²/12 ആണ്. ml²/12. ഓക്കെ, കൂടെ ഈ ഇടിച്ച 2 പാർട്ടിക്കിളും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടിക്കിളുകളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഞാൻ പറഞ്ഞു ഷേപ്പില്ല, പാർട്ടിക്കിളിനെ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് mr² ജനറലി. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, പാർട്ടിക്കിളിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എഴുതാം.
ഒന്നാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് എം, അയാളുടെ ഡിസ്റ്റൻസ് സ്ക്വയർ, അത് 4 സ്ക്വയർ ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ പാർട്ടിക്കിളിൻ്റെ മാസ് അതാരാണ്? 2m ആണ്. അയാളുടെ ഡിസ്റ്റൻസ് 2 ആണ്, സ്ക്വയർ. ഓക്കെ, പ്ലസ് കഴിഞ്ഞില്ല. ഇനി ആരുണ്ട്? റോഡിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഉണ്ട്. റോഡിൻ്റെ മാസ് എത്ര തന്നേക്കുന്നത്? 20m ആണ്. 20m. ഓക്കെ, മാസ് 20m. ഓക്കെ, m L²/12. L എത്രയാ? 12. m L²/12. ഇത് എന്തായിട്ടുള്ളൂ? സിസ്റ്റത്തിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയുള്ളൂ. ഇൻറ്റു ആര് വേണം? ഒമേഗ. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ 4mv യും പ്ലസ് 4mv യും എന്ത് വരും? 8mv. ദാറ്റ് ഈസ് ഈക്വൽ ടു 16m പ്ലസ് 8m. 4 into 8 പ്ലസ് നോക്കിയേ 12²/12. അപ്പോൾ ഒരു 12 ക്യാൻസൽ ചെയ്യും. 12 into 20 എത്ര ഉണ്ടാവും? 240. 240m ഇൻറ്റു ആരാ? ഒമേഗ. അപ്പോൾ നമുക്ക് v/ഒമേഗയാണ് ചോദിച്ചത് ആണല്ലോ, റേഷ്യോ ഓഫ് v ആൻഡ് ഒമേഗ. അപ്പോൾ v/ഒമേഗ ദാറ്റ് ഈസ് ഈക്വൽ ടു ഓക്കെ 240 പ്ലസ് 8, 248 പ്ലസ് 16, 264/8. 3 into 8 24 ആണ്. ബാലൻസ് 2, 24 3 ആണ്. അപ്പോൾ 3 into 8 24. അപ്പോൾ ആൻസർ നമുക്ക് വരുന്നത് 33. ഓപ്ഷൻ 1.